നമസ്തേ കുട്ടികളെ, ഇന്നിവിടെ ചെയ്യാൻ പോണത് വഴുതനങ്ങ മസാലയാണ് കേട്ടോ. ഇങ്ങനെ ഒരു കറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വഴുതനങ്ങ കൂട്ടാത്തവരും കൂട്ടും. ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും അതുമാതിരി തന്നെ ചോറിനൊക്കെ നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ വഴുതനങ്ങ ഇങ്ങനെ മുറിക്കണം, 4ആയിട്ട് പിളർന്നിട്ട് മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ചെറിയ കഷ്ണം നോക്കണ്ട, ഇതേമാതിരി. അപ്പോൾ ആ മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 2 തക്കാളി, ചെറിയ ഉള്ളി 10 അതുമാതിരി തന്നെ വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, അതുമാതിരി മുളകും പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് അരച്ച് കൊണ്ടുവരാം കേട്ടോ. അതാണ് മസാല. വഴുതനങ്ങ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു അടി കനമുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്ത് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഉലുവയും നല്ലെണ്ണയിൽ മൂക്കുമ്പോൾ നല്ലൊരു വാസനയാണ് കേട്ടോ. കടുക് പൊരിഞ്ഞ് കഴിഞ്ഞാൽ 2 ഉണക്കമുളക്, പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ഒരു 2 ചെറിയ സബോള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. അത് ഉള്ളി മൂപ്പിക്കാനാണ് കേട്ടോ. അത് നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു വഴുതനങ്ങ 4ആയിട്ട് പിളർന്നിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ നല്ലോണം വേവുന്ന വരെ നല്ലോണം ഈ എണ്ണയിലിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഈ എണ്ണയിൽ കിടന്ന് തന്നെ നല്ലോണം മൂക്കണം കേട്ടോ വഴുതനങ്ങ. മൂക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴുതനങ്ങ നല്ലോണം ഉള്ളിലൊക്കെ നല്ലോണം വേവണം. അതിന് ശേഷം നമ്മൾക്ക് അതിൽ അരച്ച് വെച്ച മസാല ഒഴിച്ചു കൊടുക്കാം. ഈ മസാലയും വഴുതനങ്ങയും കൂടി നല്ലോണം നമ്മൾ എണ്ണയിൽ കിടന്നിട്ട് തന്നെ വേവണം. ഈ മസാല മുഴുവനും എണ്ണയിൽ കിടന്ന് നമ്മൾ വഴറ്റി കഴിഞ്ഞാൽ ഈ മസാല ഉള്ളിൽ പിടിക്കണം. ഈ വഴുതനങ്ങയുടെ ഉള്ളിൽ പിടിക്കുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ മസാല പച്ചവാസന പോയി എണ്ണ പുറത്ത് തെളിയുമ്പോൾ നമുക്ക് സ്റ്റൗവ് സെമിയിലാക്കാം. ഇപ്പോൾ വഴുതനങ്ങ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് വേവിക്കാം ഒന്നും കൂടി. ആ വെള്ളത്തിൽ കിടന്ന് വഴുതനങ്ങ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു നെല്ലിക്കയുടെ അത്ര പുളി എടുത്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ പുളിവെള്ളത്തിലും കിടന്ന് ഒന്ന് വഴുതനങ്ങ വേവട്ടെ. പുളി നല്ല പച്ചവാസനയൊക്കെ പോകണമല്ലോ, പുളി വേവണം എന്നാണ് പറയുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി വേണം വിചാരിച്ചാൽ അതോടുകൂടി തന്നെ നിർത്താം. ഞാൻ ഗ്രേവി ഇല്ലാതെയാണ് ചെയ്യുന്നത്. നല്ലോണം ഒന്നും കൂടി വറ്റിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല സ്വാദുള്ള വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.